നിർധനരായിട്ടുള്ള കുട്ടികൾക്ക് പുസ്തകം സൗജന്യമായിട്ട് നൽകിക്കൊണ്ട് നാടിന് നന്മയായി തീരുകയാണ് മട്ടാഞ്ചേരിയിലെ രണ്ടുപേര്. ടെറസിന് മുകളിലാണ് ലോണേ ബുക്ക് എന്ന് പറയുന്ന ഒരു കുഞ്ഞ് സംവിധാനം ഇവർ ഒരുക്കിയിരിക്കുന്നത്. പേര് കേൾക്കുമ്പോൾ ആൾക്കൊരു തെറ്റായ ധാരണ വരാം. ഞങ്ങൾ ലോണായിട്ട് ബുക്ക് കൊടുക്കുകയാണ്, അതിന് പലിശയൊന്നുമില്ല. അവരെ പഠനം കഴിഞ്ഞാൽ തിരിച്ചു തരിക. വേറെ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു രൂപ പോലും ഞങ്ങൾ ഇതുമായിട്ട് ആരെയൊന്നും വാങ്ങിക്കുന്നില്ല. ഇനിയുള്ള തലമുറക്ക് പഠിക്കാനൊരു എളുപ്പമാവും. നമുക്ക് നഷ്ടപ്പെട്ട ആ വിദ്യാഭ്യാസം പുതിയ കുട്ടികൾക്ക് ഉണ്ടാവരുത്, ആ ബുദ്ധിമുട്ട്, അതാണ് ആഗ്രഹം. പുസ്തകമില്ലാണ്ട് പഠിച്ച ഒരു കാലഘട്ടം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരെ മക്കൾ ഡോക്ടർമാരാണ്. അപ്പോൾ അവർ പഠിക്കാൻ പോയപ്പോഴും ഇപ്പോഴും അവർ പഠനം കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവരുടെ ഓരോ പുസ്തകത്തിനുള്ള വിലയും മറ്റും ഞങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് നമുക്ക് ഇതിൻ്റെ ഒരു പ്രചോദനം. അങ്ങനെയാണ് നമ്മളിങ്ങനെ ഒരു ചിന്തയിലേക്ക് വന്നത്. അപ്പോൾ നമുക്ക് കുടുംബത്തിൽ നിന്ന് തന്നെ അറിയാം ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ. ആ ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് സമൂഹത്തിനൊരു കൈത്താങ് വരട്ടെ എന്നുള്ളൊരു ഉദ്ദേശത്തോടെ തന്നെ ഞങ്ങളിത് ഇറങ്ങിയത്. ചില കുട്ടികൾ പുസ്തകം വാങ്ങാൻ വരുന്നവർക്ക് അറിയില്ല എന്ത് പഠിക്കണം, എങ്ങനെ പോകണം. അപ്പോൾ അവർക്ക് ഒരു കരിയർ ഗൈഡൻസ് കൊടുക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ ഇനി പോകണം. അടുത്ത പ്ലാൻ അതൊക്കെയാണ്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഇവിടെ ഒരു കൊച്ചിൻ അക്കാദമി ഉണ്ട്. അതിൽ അധ്യാപകർ എല്ലാവരും നമ്മളോട് സഹകരിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനുണ്ട്. പിന്നെ അതുകൂടാതെ ഇപ്പോൾ ഈ കഴിഞ്ഞ അധ്യയന വർഷം ഇവിടെ നിന്ന് ബുക്ക് കൊണ്ടുപോയവരിൽ ഒരു 13 കുട്ടികൾ ഫുൾ മാർക്ക് വാങ്ങിയവരുണ്ട്. അവരുടെ നമ്മളെ ഒരു ആനുവൽ ഡേക്ക് അവർക്ക് നമ്മുടെ വക ഒരു ഉപഹാരം, ലോണേ ബുക്കിൻ്റെ വക. ഏകദേശം ഇപ്പോൾ എത്ര പുസ്തകങ്ങളുണ്ടാവും ഇവിടെ? ഏകദേശം ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് തന്നെ ഏകദേശം ഒരു 1000-ന് മേലെ ഉണ്ടാവും. നമ്മൾ ഈ ഒരു അധ്യയന വർഷം തന്നെ 155ഓളം കുട്ടികൾക്ക് ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ നമുക്കാണെങ്കിൽ ഇപ്പോൾ കൊടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പ്രൊഫഷണൽ കോഴ്സ് വരെയുള്ള പുസ്തകങ്ങൾ ഇവിടെ ലഭ്യമാണ്. നമുക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതെന്ന് വെച്ചാൽ +1 +2 തരത്തിലുള്ള പുസ്തകങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളതും. അതാണ് നമുക്ക് ലഭ്യത കുറവ്. നമുക്ക് ശരിക്കും ഒരു വിഷമമുണ്ടാക്കുന്ന കാര്യം. എല്ലാവർക്കും എല്ലാം കൊടുക്കാൻ പറ്റുന്നില്ല എന്നൊരു സങ്കടമുണ്ട് നമുക്ക്. അപ്പോൾ നമ്മുടെ ഇത് ശ്രവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരാൻ സന്മനസ്സുള്ളവർ നമുക്ക് തരാം. കാരണം ഇത് ആക്രി ആ ഒരു രീതിയിലാണ് ഇത് പലരും ഉപേക്ഷിച്ച് പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനൊരു സംരംഭമുണ്ട്. നമ്മളെ സഹായിക്കാവുന്നവരുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാം. അത് അങ്ങനെയുള്ള മനസ്ഥിതി ഉള്ളവരുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ നീറ്റിനാണെങ്കിലും കീമിനാണെങ്കിലും ഉള്ള പുസ്തകങ്ങൾ ലഭ്യമാണ്. MBBS തലത്തിലുള്ള കുട്ടികൾക്കുള്ള അതും ലഭ്യമാണ്. അപ്പോൾ എന്തായാലും ഇതിനിപ്പോൾ നിങ്ങൾക്ക് സ്ഥലം പരിമിതിയൊക്കെ നേരിടുന്നുണ്ടാവില്ലേ? പിന്നെ ഉറപ്പായിട്ട്. കാരണം ഇത് വീടിൻ്റെ 2ാമത്തെ നിലയിലാണ് ഇത് സെറ്റ് ചെയ്തേക്കണം. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് അതിലേക്കുള്ള മാർഗ്ഗങ്ങൾ നോക്കണം. താഴേക്ക് വന്ന് ഒരു റൂം പോലെ അങ്ങനെയുള്ളൊരു ശ്രമമുണ്ട്. അതിലിപ്പോൾ ഇതിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഈ കഥയും കവിതയും നോവൽ പോലുള്ള സാധനങ്ങളും കൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. തീർച്ചയായിട്ടും അതുകൊണ്ട്. കാരണം നമുക്ക് അപ്പോൾ സ്റ്റുഡൻസ് എന്നുള്ള ലെവൽ വിട്ടിട്ട് വായനാശീലമുള്ള ആർക്ക് വേണമെങ്കിലും അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് ഞങ്ങൾ വരുന്നുണ്ട്. കാരണം പ്രായമുള്ളവരൊക്കെ ഇപ്പോൾ വായനാശീലം നമ്മളിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വളർത്തിയെടുക്കുക എന്നൊരു ഉദ്ദേശമുണ്ട് നമുക്ക്. അപ്പോൾ ആ ഒരു ശ്രമം കൂടെ ഉണ്ട്. ഈ ലോണേ ബുക്ക് എന്ന് പറയുന്ന പേരാരായിട്ടത്? അത് ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് അഡ്വക്കേറ്റ് TK നവാസ്. പുള്ളിയാണ് അങ്ങനെ ഒരു പേര് കൊണ്ടുവന്നതും അറിവിനൊരു കൈത്താങ് എന്നുള്ള മുദ്രാവാക്യം കൊണ്ടുവന്നതും പുള്ളി തന്നെയാണ്. അതിൻ്റെ ലോഗോ ചെയ്തതും പുള്ളി തന്നെയാണ്. 2021 ഞങ്ങൾ തുടക്കം കുറിച്ചത്. ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് സിവിൽ സർവീസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് പുസ്തകം നൽകിക്കൊണ്ടാണ്. ഈ പുസ്തകം നിങ്ങൾ കളക്ട് ചെയ്യുന്നത് എവിടുന്നാണ്? പുസ്തകം നമുക്ക് കളക്ട് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ഞങ്ങൾ പല വീടുകളിൽ നിന്നായിരുന്നു കളക്ട് ചെയ്തത്. പിന്നെ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ, പഠിച്ചിറങ്ങിയ കുട്ടികൾ, പിന്നെ ഇത് കേട്ടറിഞ്ഞ ഏറ്റവും നല്ലവരായ, കാരണം സഹകരിക്കണമെന്നുള്ളതും ആ ഒരു സന്മനസ്സോടുള്ള ആളുകളുണ്ട്. അങ്ങനെയൊക്കെയാണ് നമുക്കിത് കളക്ട് ചെയ്ത് കിട്ടുന്നത്. ചില കുട്ടികൾ നമുക്ക് പുസ്തകം തരുമ്പോൾ അതിൻ്റെ കൂടെ നോവലൊക്കെ ഉണ്ടാവും. ഞങ്ങൾ വേണ്ടാന്ന് പറയില്ല. പലരുടെ നിന്നും വാങ്ങിയിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ താഴെ ഇരിക്കുന്നത് ഈ നോവലുമായി ബന്ധപ്പെട്ട കഥകളും അത് ഓരോ ചരിത്രപരമായ സംഭവങ്ങളൊക്കെയാണ്. കോയമണി, അയ്യൂബ്, നമ്മുടെ കൂട്ടുകാർ മൊത്തമുണ്ട്. അതായത് ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളൊപ്പം പഠിച്ചിറങ്ങിയ 90 പേര് ഗ്രൂപ്പുണ്ട്. പലയിടത്തും ഓടണമെങ്കിൽ ഞങ്ങൾ രണ്ടുപേരെ കൊണ്ട് പറ്റില്ല. അപ്പോൾ എല്ലാവരും സഹകരിച്ച് തന്നെ പോകുന്നത്. ഹാജി മൂസ മെമ്മോറിയൽ ഹൈസ്കൂൾ മട്ടാഞ്ചേരി. ഞങ്ങൾ 83-84 ബാച്ചാണ്. അപ്പോൾ ഇവിടെ ഒരു കുട്ടി വന്ന് പുസ്തകം ചോദിക്കുകയാണെങ്കിൽ ആ അധ്യയന വർഷം മുഴുവൻ ആ കുട്ടിക്ക് ആ പുസ്തകം ഉപയോഗിക്കാം. തീർച്ചയായിട്ടും. കാരണം നമ്മൾ അത് കഴിഞ്ഞിട്ടേ അവരുടെ അടുത്ത് തിരിച്ചു തരാൻ പറയണുള്ളൂ. അപ്പോൾ വേറെ ഗുണം കിട്ടുക. ഇപ്പോൾ കൊണ്ടുവന്ന പുസ്തകം മാത്രമായിരിക്കില്ല, കുട്ടികളുടെ കയ്യിൽ ബാക്കിയുള്ള ബുക്കുകളും അവർ തിരിച്ചേൽപ്പിക്കുന്നുണ്ട്.